ഇപ്പോൾ റിയാസ് കൊല്ലത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള പോരാട്ടം കലാകിരീടത്തിനായിട്ടുള്ള പോരാട്ടം. കൊല്ലംകാർ പറയുന്നത് അവര് കപ്പ് കൊണ്ടുപോകുന്നതാണ്, കണ്ണൂരുകാർ പറയുന്നത് അവര് കപ്പ് കൊണ്ടുപോകുന്നതാണ്. എന്തായാലും റിയാസ് ഞാൻ സൂചിപ്പിച്ച പോലെ കണ്ണൂരുകാരനാണ്, പക്ഷെ ഇപ്പൊ കൊല്ലമാണ് കപ്പെടുക്കുക എന്നൊക്കെ കുറച്ചു മുമ്പ് പറഞ്ഞു. എന്തായാലും ഇന്നത്തെ മത്സര ഇനങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് പ്രധാന വേദികൾ, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? അനുജ, എന്തായാലും കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവങ്ങളൊന്നാണ് കൊല്ലം പൂരം. അതിനേക്കാൾ ആവേശപൂരമായിട്ട് നമ്മുടെ കൊല്ലത്ത് നടക്കുന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. 24 വേദികളിലായി വളരെ ഗംഭീരമായിട്ടാണ് ഈ മത്സരങ്ങൾ അരങ്ങേറുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ മത്സരങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ഒരുപക്ഷെ ഇന്നത്തെ പ്രധാനപ്പെട്ട മത്സരങ്ങളെല്ലാം തന്നെ നമുക്ക് അശ്വതിയോട് ചോദിക്കാം. അശ്വതി, ഇന്നത്തെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ ഇന്ന് പ്രധാന വേദിയെ വേദി 1-ൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ആശ്രമ മൈതാനത്ത് നടക്കുന്നത് പ്രധാനമായി രാവിലെ 9:30 കുച്ചിപ്പിടി മത്സരമാണ് ആരംഭിക്കുന്നത്. കുച്ചിപ്പിടി മത്സരം അത് അടിപൊളിയായിരിക്കും, കളറായിരിക്കും. അത് കഴിഞ്ഞ് വൈകിട്ട് 3 മണിക്ക് തിരുവാതിര കളി, അത് HSS ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ തിരുവാതിര കളിയാണ് ഇവിടെയുള്ളത്. പിന്നീട് വളരെ പ്രധാനപ്പെട്ടത് രാവിലെ സോപാനം ഓഡിറ്റോറിയത്തിൽ വേദി 2-ൽ ചവിട്ട് നാടകമുണ്ട്. അത് ഞങ്ങൾ കൊച്ചിക്കാർക്ക് കുറച്ച് സ്പെഷ്യലാണ്, അതുകൊണ്ട് അവിടത്തേക്ക് അശ്വതി എന്നെ നേരിട്ട് എത്തുന്നതായിരിക്കും. ചവിട്ട് നാടകം അതുപോലെ തന്നെ വട്ടപ്പാട്ടുണ്ട്. വേദി 3-ൽ ഇന്ന് രാവിലെ ദഫ്മുട്ടുണ്ട്, വൈകിട്ട് ഭരതനാട്യ മത്സരമുണ്ട്. അതുപോലെ തന്നെ ടൗൺ ഹാളിൽ നാടോടി നൃത്ത മത്സരമുണ്ട്, ഒപ്പന മത്സരമുണ്ട്. അതുപോലെ വേദി 5-ൽ കേരള നടനമുണ്ട്, പരിചമുട്ടുകളിയുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. വേദി 6-ൽ നടക്കേണ്ടിയിരുന്ന പരിപാടി, അതായത് വേദി 6-ൽ രാവിലെ 9:30 മുതലാണ് ഇന്ന് ഏറ്റവും ഗ്ലാമർ ഇനമായിട്ടുള്ള മിമിക്രി, അതായത് ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ മിമിക്രിയാണ്. അത് വേദി 18-ലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക, മിമിക്രി കാണാൻ വേദി 6-ലേക്ക് വന്നിട്ട് കാര്യമില്ല, നേരെ വേദി 18-ലോട്ട് വെച്ച് പിടിക്കുക. അതുപോലെ നമ്മുടെ മൂകാഭിനയത്തിന്റെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവര് നേരെ വരേണ്ടത് 6-ലേക്കാണ്, 18-ലല്ല. അങ്ങനെ വേദികളിൽ ഒരു മാറ്റമുണ്ട്. 6-ഉം 18-ഉം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. ബാക്കി അശ്വതി പറയും. അതുപോലെ വേദി 6-ൽ തന്നെ ഇന്ന് വൃന്ദവാദ്യ മത്സരമുണ്ട്. വൃന്ദവാദ്യം എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ്. അതെ, അതുപോലെ തന്നെ വേദി 7-ൽ തുള്ളൽ മത്സരമുണ്ട്. വേദി 7-ൽ ഗേൾസിന്റെ തുള്ളൽ മത്സരമാണ്, വൈകിട്ട് ബോയ്സിന്റെ തുള്ളൽ മത്സരം ഉണ്ടായിരിക്കും. വേദി 8-ൽ രാവിലെ മോണോ ആക്ട് മത്സരമാണുള്ളത്. മോണോ ആക്ടിന് ഇത്തവണ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിഷയാധിഷ്ഠിതമായ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളായിരിക്കും ഈ മോണോ ആക്ടിന്റെ ഒരു പ്രത്യേകത. നമ്മളും കാത്തിരിക്കുകയാണ് അതിന്. അതുപോലെ തന്നെ കഥകളി മത്സരം സിംഗിൾ ഇന്ന് ഉണ്ട്. കഥകളി മത്സരം വേദി 9-ൽ രാവിലെ 9:30-ക്കാണ് തുടങ്ങുന്നത്. ഉച്ചയ്ക്ക് ശേഷം കഥകളി സിംഗിൾ ഗേൾസിന്റെ കഥകളി മത്സരവുമുണ്ട്. വേദി 10-ൽ ഇന്ന് അറബിക് സെമിനാർ ഉണ്ട്. അതുപോലെ തന്നെ സംഘഗാന മത്സരമുണ്ട്, കഥാപ്രസംഗമുണ്ട്. വേദി 11-ൽ അറബിക് കലോത്സവമാണുള്ളത്. അതുപോലെ തന്നെ കഥാരചന മത്സരമുണ്ട്. വേദി 12-ൽ ഇന്ന് ചമ്പു പ്രഭാഷണം, അതുപോലെ തന്നെ സംസ്കൃത പ്രസംഗ മത്സരം, ഇതൊക്കെയാണ് ഉള്ളത്. വേദി 13-ൽ ചെണ്ടയുണ്ട്, ചെണ്ടമേളമുണ്ട്. പ്രായംപക മത്സരത്തിന്റെ ഒരു ആസ്വാദകരുണ്ടെങ്കിൽ നേരെ വേദി 13-ലേക്ക് നേരെ വെച്ച് പിടിക്കുക. വേദി 14-ൽ കൂടിയാട്ട മത്സരമാണുള്ളത്. അതും വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു മത്സരമാണ്. അതിന്റെ കോസ്റ്റ്യൂംസും എല്ലാം കൊണ്ട് വളരെ കളർഫുൾ ആയിട്ടുള്ള കൂടിയാട്ട മത്സരം. ബാക്കി മത്സരങ്ങൾ പറയുന്നതിനിടയിൽ വളരെ കളർഫുൾ ആയ മത്സരമാണ് കൂടിയാട്ടം എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ വളരെ കളർഫുൾ ആയി കുറെ സുന്ദരിമാരും ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു. അതെ, പിന്നെ നമുക്ക് ഏക സുന്ദരി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണല്ലേ. അപ്പം ബാക്കിയുണ്ട്. അപ്പൊ അതെ, കുറെ സുന്ദരിമാരും ഇവിടെ ഉണ്ട്. അനുജ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇവരൊക്കെ ആരാണ്, നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരും. കേൾക്കുന്നുണ്ട്. അതെ, പരിചയപ്പെടുത്തി തരാം. എന്തായാലും ഞങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ഥിരമായി ഓടി വരുന്ന ഇവരുടെ പേര്, ഇവരുടെ ക്ലബിന്റെ പേര് ജസ്മു ക്ലബ് എന്നാണ്. അതെ, ആശ്രാമം ബേസ് ചെയ്തുള്ള ഒരു റണ്ണേഴ്സ് ക്ലബ്ബാണ്. അപ്പോൾ ഞങ്ങൾ ഡെയിലി ഇവിടെ ഒത്തുകൂടുകയും ഈ റണ്ണിങ് ആക്ടിവിറ്റികൾ ചെയ്യുകയും പിന്നെ ഒരുമിച്ച് ഇവിടെ വന്നിട്ട് ഫോട്ടോഗ്രാഫൊക്കെ എടുത്ത് സന്തോഷമായിട്ട് ആ ഒരു ദിവസത്തിൻ്റെ ഊർജ്ജം മൊത്തം ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഗ്യാതറിങ്ങിലൂടെ ഞങ്ങൾക്ക് ലഭിക്കും. സമൂഹത്തിലെ നാനാ തുറകളിലുള്ള ആൾക്കാർ ഞങ്ങളുടെ ക്ലബ്ബിലെ മെമ്പേഴ്സാണ്. ഞങ്ങളെല്ലാവരോടെ ഐക്യത്തോടെ ഒത്തൊരുമയോടെ നമ്മുടെ ഏവർക്കും ആരോഗ്യം, എല്ലാവർക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് എന്ന സന്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഞാൻ രാവിലെ വരുമ്പോഴേ ഈ ചേട്ടൻ വന്നേ, ഈ ചേട്ടൻ നേരെ പിന്നെ ഞാൻ അങ്ങോട്ട് കയറലും ഒറ്റ ഓട്ടോ ആയിരുന്നു. ഞാൻ കരുതി എന്നെ കണ്ടു ഓടിയതാണോ? അല്ലല്ലേ, നമ്മളെ ഗ്യാതറിംഗ് ഇവിടെയാണ് നടക്കുന്നത്. നമ്മൾ രാവിലെ അതുകൊണ്ട് ഓടിയതാണ്. നമ്മൾ രാവിലെ എല്ലാ ദിവസവും ഒരു 5 കിലോമീറ്റർ ഓടും ഇവിടെ.
എല്ലാവരും വന്നിട്ട് അതിനുശേഷം ഇവിടെ വന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് വാമപ്പ് എക്സസൈസൊക്കെ ചെയ്ത് എല്ലാവരും പിരിഞ്ഞു പോകും. നമ്മുടെ വനിതാ രത്നങ്ങളുണ്ട്, ഒന്ന് ഇങ്ങോട്ട് വന്നേ രണ്ടുപേരും. പിന്നെ എങ്ങനെയാണ് ഈ രാവിലെ ഓടാൻ വേണ്ടിയിട്ട് എത്തുമല്ലേ? എന്താ പേര് എല്ലാം? ബാക്കി ക്ലബിൽ കയറിയതിന് ശേഷം എല്ലാ ദിവസവും ഓടണമെന്ന് നടക്കണമെന്നൊക്കെ തോന്നും. ഇവിടെ വന്ന് എല്ലാവരെയും കാണാൻ നല്ല സന്തോഷമായിട്ട് കുറച്ച് നേരത്തെ അശ്വതി രാവിലെ എത്ര കിലോമീറ്റർ പോട്ടെ ഓടണ്ട, നടക്കും. ഞാനൊരു ദിവസം മുഴുവൻ നടപ്പാണ് ഈ റിപ്പോർട്ടിങ്ങുമായിട്ട്. ഓട്ടമുണ്ടോ? ചില സമയങ്ങളിൽ അതെ 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 ഞങ്ങൾക്കിടയിലെ പെൺകരുത്ത കേട്ടോ. അശ്വതി ഞങ്ങൾ വിളിക്കുന്ന ജാൻസി റാണിന്നാ അല്ലേ അശ്വതി? അങ്ങനെയുണ്ടോ? അതെ. അല്ല, ആള് വളരെ സ്ട്രോങ് ആണ്. നിങ്ങളെ പോലൊക്കെ, കാരണം നമ്മുടെ സ്ത്രീകളെ എന്താ പറയാ ഏറ്റവും കരുത്തരാണ്. ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പലപ്പോഴും ഈ പുരുഷന്മാരെക്കാളും കേമ്മർ സ്ത്രീകളാണ്. അതെ, നല്ല എന്താ പറയാ. അതെ, തരും തരും വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ്. പറയരുത്. ഞാൻ ഹാഫ് മാരത്തോൺ ചെയ്തിട്ടുണ്ട്, 3 ഹാഫ് മാരത്തോൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ക്ലബില് ഡെയിലി 21 കിലോമീറ്റർ നമ്മൾ മാരത്തോൺസ് ഒക്കെ ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക വൈബാണ്. നമ്മൾ ഇത്രയും മെമ്പേഴ്സിനെ ഒരുമിച്ച് നിർത്തി ഇത്രയും റിലേഷൻസ് നമുക്ക് ഉണ്ടാവുകയാണ്. മാനസികമായിട്ടുള്ള സന്തോഷം, ആരോഗ്യം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നു തിരിച്ച്. പിന്നെ സെക്രട്ടറിയാണ് ഞാൻ ജസ്മൂ ക്ലബിന്റെ, ഫൗണ്ടറാണ് മഹേഷ് കുമാർ. ഞാൻ വേറൊന്ന് ചേച്ചി, ഞാൻ ഇന്നലെയൊക്കെ കലോത്സവത്തിന്റെ സംഘാടനത്തിനൊക്കെ ഓടി നടക്കുന്നുണ്ടല്ലോ, എന്തായിരുന്നു സംഭവം? ഉണ്ട്, ഞാൻ എല്ലാ ദിവസവും ഉണ്ട്. നമുക്കൊരു സന്തോഷമാണ്. കൊല്ലത്ത് തന്നെ ഇത് വന്നതിൽ നമ്മള് ഭയങ്കര സന്തോഷമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. സംഘാടക സമിതിയാണ്? സംഘാടക സമിതിയല്ല, കാണാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ആയിട്ട് വരികയാണ്. എന്താന്ന് പറയാ ശ്രുതി, ഇന്നലെ ഒരു വാർത്തയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു സ്റ്റാളിലേക്ക് പോകുന്ന സമയത്ത് ചേച്ചി അവിടെ കിടക്കുന്നു, അവിടെ ഇരിക്കുന്നു. ഞാൻ കരുതി ഇന്ന് രാവിലെ ഇവിടെ വരുമ്പോഴുണ്ട് ദേ ഓടുന്നു. ഞാൻ കരുതി എന്താണ് സംഭവം എന്ന് അറിയത്തില്ലല്ലോ നമുക്ക്. ഒരുപാട് പരിചയക്കാരായി ഇപ്പം ആശ്രാമത്തെ. എനിക്ക് തോന്നുന്നു വീടിന്റെ അടുത്ത് പോലും ഇത്രയില്ല, പക്ഷെ ആശ്രാമം ഗ്രൗണ്ട് നമുക്ക് സ്വന്തം വീട് പോലെയാണ്. ഒരുപാട് പരിചയക്കാരായി. സ്വന്തം ഇല്ലം പോലെയാണ് കൊല്ലത്തെ. ഇത് ഇല്ലത്തുത്സവമാണല്ലോ. അത് തന്നെ. അല്ല, വേറെ കാര്യം ചേച്ചി, പിന്നെ 21 കിലോമീറ്റർ വരെ നിർത്താതെ ഓടും അല്ലേ? നിർത്താതെ ഓടും. ഞാൻ ആദ്യം ഇവിടെ വരുമ്പം ജസ്റ്റ് പതുക്കെ വാക്ക് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളായിരുന്നു. പിന്നെ കുറച്ചും കൂടെ സ്പീഡിലായി. ഇപ്പം ഓട്ടമായി. ഇപ്പം ഡെയിലി 6 കിലോമീറ്റർ ഒക്കെ ഓടുന്ന ലെവലിലായി. പിന്നെ മാരത്തോൺസ് ചെയ്യാറുണ്ട്. ഞാൻ 30 കിലോമീറ്റർ ഒക്കെ നിർത്താതെ ഓടും, പക്ഷെ പിറകിൽ നാട്ടുകാരെ ഓട്ടിക്കണം. എനിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു, ഓവർ വെയിറ്റ് ആയിരുന്നു. 96 kg ആയിരുന്നു. അത് ഞാൻ 63 kg വരെ കുറച്ചിട്ടുണ്ട്. ഇപ്പം ഹെൽത്തി ആണ്. എല്ലാ കാര്യങ്ങളും എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഓടി വന്നിരിക്കുക. ഒന്നിങ്ങ് വന്നേ. വാ. എന്താ പേരെന്താ? ശ്യാം ശങ്കർ. ഡോക്ടറാണോ? അല്ലല്ല, ഡോക്ടർ വരുന്നു. ഫോട്ടോഗ്രാഫറാണ്. അപ്പോഴേ കുറച്ച് കഴിഞ്ഞിട്ട് ജിഷ്ണുവിനൊക്കെ വലിയ വെല്ലുവിളിയാണ്. ചുമ്മാ ഈ ക്യാമറയ്ക്ക് എടുത്തായിരുന്നു. ഈ മാരത്തോൺ ഓടുന്ന ആ ചേച്ചിക്ക് സിനിമാ താരം നവ്യ നായരുടെ ഒരു ഛായ ഉണ്ട് എന്ന് തോന്നുന്നു. ഒന്ന് പറഞ്ഞേക്കൂ. അതെ, അനുജ പറയാണ് അവിടെ ഇരുന്നിട്ട്, ചേച്ചിയെ കാണാൻ സിനിമാ താരം നവ്യ നായരുടെ ഒരു ഛായ ഉണ്ട്. എന്താ മേക്കപ്പ് അത്? ഒന്ന് കുളിപ്പിച്ചെടുത്താൽ വേറൊരാളായി മാറും. ഞെട്ടിപ്പോവും കണ്ട. മാത്രല്ല ഈ വെയിറ്റ് ഒക്കെ കുറച്ച് അങ്ങ് നിലനിർത്തുന്നത്. ഡെയിലി ഞാൻ ഒത്തിരി പേരുടെ കയ്യിൽ നിന്ന് കേൾക്കുന്നത്. അല്ലെന്നല്ല, ഈ ഡോക്ടർമാർക്കിടയിൽ അസൂയാലുക്കളുണ്ടല്ലേ? സത്യം പറയുന്നുള്ളൂ, സത്യം അസൂയ തോന്നുന്നുള്ളതേ ഉള്ളൂ. വരുന്നില്ല, അതാണ്. അതെ അതെ. അല്ല, അങ്ങനെ ഫുള്ള് മേക്കപ്പ് ഒന്നും പറയാൻ പറ്റത്തില്ല. പൈസ മേക്കപ്പ് ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നൊരു ബുദ്ധിമുട്ടുള്ളൂ. അത്രേ ഉള്ളൂ. എനിക്ക് ഉറങ്ങുമ്പോൾ മേക്കപ്പ് വേണമെന്ന് നിർബന്ധമുള്ളൂ, വേറെ നമുക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. മേക്കപ്പ് ഇല്ലെങ്കിലും നമ്മൾ ഇത് ഇങ്ങനെ തന്നെയാണ്, എനർജറ്റിക് ആണ്. പിന്നെ നമ്മുടെ സൗന്ദര്യത്തിന് ഒരു കോൺഫിഡൻസ്, ഒരു പൊടിക്ക് കൂട്ടാൻ വേണ്ടി ഒന്ന് ടച്ചപ്പ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അതെ അതെ അതെ. അതിന് എനിക്കൊന്നും ഗ്ലാമർ ഇല്ലാത്തതിന് ഞാൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ഈ ക്ലബിനെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഞങ്ങളുടെ സെക്രട്ടറിയാണ് ഇത് കേട്ടോ. ഞങ്ങൾ തമാശ പറയുന്നുണ്ടെങ്കിലും സെക്രട്ടറി
ഡോക്ടറോട് ഞങ്ങൾക്ക് വളരെ ബഹുമാനമുള്ളതാണ് കേട്ടോ. അതെ അതെ അതങ്ങനെ നമ്മളെ അതെ, എനിക്ക് ഇവിടെ ഓട്ടത്തിൽ ഇങ്ങനെ ആക്കിയെടുത്ത് നമ്മുടെ സ്വന്തം സെക്രട്ടറി. ഈ പറഞ്ഞതിന് നമുക്കൊരു സസ്പെൻഷൻ കൊടുക്കേണ്ടി വരുമോ? ഇത് നമുക്ക് ഇനി ഒരു കുറച്ച് നേരം ആരോഗ്യ ക്ലാസ്സിലേക്ക് പോയാലോ? ഡോക്ടർ ഇങ്ങനെ പഠിച്ചു വരുമായിരുന്നു. അല്ല, സാധാരണ ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ കുട്ടികൾ നമ്മളെ എ ഗ്രേഡ് ഒന്നും അല്ല ശരിക്കും, മത്സരത്തിലെ പങ്കാളിത്തമാണ് പ്രധാനം. പക്ഷെ എന്നാലും ചിലപ്പോൾ ഈ വേദികളൊക്കെ കയറുമ്പോൾ, ഞാൻ പണ്ട് വേദി കയറിയാളാ, എന്തിനും നോക്കരുത്, പിന്നെ കട്ടം വലിക്കാനൊന്നും. അപ്പോഴേ ഈ വേദിയിലൊക്കെ കയറുമ്പോൾ ഭയങ്കര ഒരു ടപ് 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 ടപ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ടിപ്സ് പറഞ്ഞു? ടിപ്സ് ആയിട്ട് പറയാനായിട്ട് ഉള്ളത്, നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്തോ അതേ ഇമോഷൻ തന്നെ കയറുക. അല്ലാതെ നമ്മൾ സ്റ്റേജ് ഫിയറിൽ കയറി കഴിഞ്ഞാൽ ആർക്കായാലും ഈ ടപ് 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 കേൾക്കും. നമ്മൾക്ക് എങ്ങനെയൊക്കെ നോർമലായിട്ട് പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് കയറിയോ അതേ ഇതിൽ തന്നെ കയറുക. പിന്നെ നമ്മൾ സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ മുന്നിൽ ജഡ്ജസ് ഇരിക്കും എന്നുള്ളൊരു തോന്നൽ വരാതിരിക്കും. അപ്പോഴാണ് നമുക്ക് അയ്യോ അടുത്ത മൂവ് തെറ്റുള്ളൊരു ഒരു എന്താ ആകാംക്ഷ വരുന്നത്. നമ്മളെങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിന് മുന്നിൽ പ്രാക്ടീസ് ചെയ്തോ അതേ ഇന്റൻഷനിൽ കയറി കളിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാര്യം കൂടെ ഉണ്ട് അതിനകത്ത്, ഈ തോക്കാനും നാണം കെടാനും പഠിക്കണം ആദ്യം, എങ്കിലേ നമുക്ക് കരുത്ത് വരുത്തുള്ളൂ. ഇപ്പൊ മനസ്സിലായില്ല, എനിക്ക് നല്ല കരുത്തുണ്ടെന്ന്. ഒരു നാണം കെടാൻ ഒരു മടി. നമ്മൾ തോൽവികൾ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു ജീവിതത്തിലും നമുക്കൊന്നും കിട്ടാനില്ല. നമുക്ക് തോൽവികളുമാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. എല്ലാ തോൽവികളും നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് മാറും. രാവിലെ ഫുൾ തോക്കണം. തോറ്റാൽ മാത്രമേ ഉള്ളൂ നമുക്ക് വീണ്ടും കോൺഫിഡൻറ്റ് കൂടി വരും. ആരാണ് ആദ്യം ഒരുപാട് സംസാരിച്ച് തുടങ്ങിയത്? സംസാരിച്ച് സദസ്സിനെ കാണുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എല്ലാം തീർന്നു പോകും. അടുത്ത പ്രാവശ്യം വീണ്ടും ഒരു അവസരം കിട്ടുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ സംസാരിക്കാൻ പറ്റും നമുക്ക്. അങ്ങനെ നമ്മൾ ഏൺ ചെയ്യുകയാണ്. ഇതിനകത്തൊരു കുറുക്ക് വഴികളൊന്നുമില്ല. ജീവിതം നമ്മൾ പഠിക്കണം. അതാണ്, തോക്കാനും നാണം കെടാനും പഠിക്കണം. കോവും എല്ലാം ഇത് മേടിക്കുക. ഇത് മേടിച്ചുകൊണ്ട് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ആ കൂവേർ അവിടെ തന്നെ ഇവിടെ കാണും. നമ്മൾ വീണ്ടും ഈ നമുക്ക് അപ്ലാസുകൾ കിട്ടിക്കൊണ്ടിരിക്കും. കൂവുന്നവരവിടെ ഉണ്ടാവും. സാറെന്താ ഡോക്ടറാണോ? അല്ലല്ല, ഞാൻ ആണോ? എന്താ പേരെന്താ? മഹേഷ് ഏട്ടൻ. ക്ലബ്ബ് തുടങ്ങിയത് ഇത് എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ഇവിടെ വരുന്നു. രാവിലെ വന്നൊരു പോസിറ്റീവ് വൈബായിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. ഡിഫറെൻറ്റ് ആയിട്ടുള്ള മേഖലകളിലുള്ള ആൾക്കാരാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവരുടെ ഇവിടെ കിട്ടുന്ന ഒരു ഊർജ്ജം എന്ന് പറഞ്ഞാൽ ആ റൗണ്ട് ദ ക്ലോക്ക് അവർക്ക് ബെനിഫിറ്റാണ്. രാവിലെ എല്ലാ വിഷമങ്ങളും പലവർക്കും പല ഇഷ്യൂസൊക്കെ ആയിട്ടാണ് അവർ വരുന്നത്. അതെല്ലാം മറന്നുകൊണ്ട് അവരുടെ ജോലിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ ചവിട്ടുപടിയാണ് ഈ ജസ്റ്റ് മൂവ് ക്ലബ്ബ്. സത്യമാണ് കേട്ടോ. ഞാൻ ഇന്ന് മാക്സിമം ഉറങ്ങിയത് 3 മണിക്കൂറാണ്. പരമാവധി ഉറങ്ങിയത് 3 മണിക്കൂർ. അതൊക്കെ കഴിഞ്ഞ് രാവിലെ 7 മണിക്ക് വരുന്നു. നമ്മൾ പിന്നെ തുടങ്ങിയിടുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഒരിതുണ്ട്. പിന്നെ മാത്രമല്ല, ജീവിതം നമ്മളോട് നോ പറഞ്ഞാലും നോ എന്ന വാക്കിനർത്ഥം നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി അല്ലാതെ ഇല്ല എന്നല്ല. അല്ല, ഓപ്പർച്യൂണിറ്റിയാണ്. നോ എന്ന് പറയുന്നത് എല്ലാം ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക്. അത് ജീവിതത്തിൽ എല്ലാവരും പ്രാക്ടീസ്, പക്ഷെ ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്നില്ല. അത് ഇത് തന്നെയാണ് ഈ ക്ലബിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എത്ര മെമ്പേഴ്സ് ഉണ്ട്? 200 മെമ്പേഴ്സാണ്. 200 മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 200 ഫാമിലിയാണ്. അത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അത്ര വാസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഒരു മെമ്പറാണ്, എൻ്റെ ഫാമിലി ഇല്ലേ ഇതിനകത്ത് മെമ്പർ തന്നെയാണ്. അങ്ങനെ 200 ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു വലിയ ക്രൗഡാണത്. മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ മെമ്പർഷിപ്പിൻ്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ മിനിമം ഏതെങ്കിലും ഒരു സ്പോർട്സിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇവൻ നടക്കാനെങ്കിലും വരുന്നവരെയാണ് നമ്മൾ മെമ്പർഷിപ്പിലേക്ക് ആക്ട് ചെയ്യുന്നത്. അവരെ അതിനകത്തേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഇപ്പം ഈ ഫോട്ടോസ് എടുത്ത് നമ്മൾ ഗ്രൂപ്പിലിടും. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഓരോരുത്തരും ഇന്ന് വരാത്തവർ അയ്യോ ലാവകൾ വന്നു ഞാനും വരണം എന്നൊരു തോന്നൽ വരും. അതായത് നടക്കുന്നവരെ നമ്മൾ നടത്തം മാറ്റിക്കൊണ്ട് പതുക്കെ ജോഗിങ്ങിലേക്ക് മാറ്റും. ജോഗിങ്ങിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമ്മൾ പതുക്കെ മാരത്തോണിലേക്ക് പങ്കെടുപ്പിച്ച് തുടങ്ങും. മാരത്തോണിലേക്ക് പങ്കെടുപ്പിക്കുമ്പോൾ നമുക്കൊരു മെഡൽ കിട്ടും. മെഡൽ കിട്ടേണ്ട പ്രായങ്ങൾ കഴിഞ്ഞല്ലോ നമ്മുടെ. അപ്പോൾ ഇനി കിട്ടുന്ന മെഡലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോക്കേസിൽ നിറയും. ഇപ്പോൾ വീട്ടിൽ പലവരുടെയും വീട്ടിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ മെഡൽ കാണും. മറ്റ് ഗസ്റ്റുകൾ വരുമ്പോൾ ഇതാരാ മോൻ്റെ ആണോ നമ്മുടെയാണ് നമ്മൾ പറയും. വെറുതെ അല്ല ചില ആളുകൾ ഇവിടെ മാരത്തോൺ താരങ്ങളൊക്കെ ആയി വിലസുന്നത്. ആദ്യം നടന്നു വന്ന ആളുകളായിരുന്നു. അശ്വതിക്കുമൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അശ്വതി എങ്ങനെയും ഒരു മെമ്പർഷിപ്പ് കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എത്ര മാരത്തോൺ 10 കിലോമീറ്റർ പങ്കെടുത്ത ആളാണ് നിൽക്കുന്നത്. എത്ര വയസ്സായി? വയസ്സ് ചോദിക്കാൻ പാടില്ല. 52 വയസ്സ്. ബഷീർ എത്ര വയസ്സായി? 63. എങ്ങനെ കാണുമാവോ? ചിലപ്പോ ഞാൻ മമ്മൂട്ടിയെ പോലെ ഉണ്ടാവില്ലേ? മമ്മൂട്ടിന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ വിളിച്ചു തുടങ്ങി. ഇവിടെ മമ്മൂട്ടിയുണ്ട്, നവ്യ നായരുണ്ട്, കാവ്യമോദൻ ഇപ്പുറത്തുണ്ട് അല്ലേ? എല്ലാവരും ഉണ്ട്. അപ്പോൾ പിന്നെ ഇതില് പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ?
ശ്യാമേട്ടാ വാ. ദൈവമേ, ഇത് ഓൾറൗണ്ടർ ആണോ ഇവിടുത്തെ? ഏതാ പാട്ട്? ഏത് പാട്ടാ പാടുന്നത്? അഗ്നിദേവനാഥ നിലാവിന്റെ നിലോസ്കം പാടും. എല്ലാരും ഒന്ന് സൈലന്റ് ആയി. നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ ഏതപൂർവ തപസ്സിന ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. ഓ, സകല കലാവല്ലഭനാണല്ലേ നിങ്ങൾ. ഇങ്ങനത്തെ കുറെ ആയുധങ്ങൾ ഒളിപ്പിച്ചു. അവസാനം ഒരു കാര്യം കൂടി. ഇനി അബാ വാന്ന് ഓക്കെ. ആ പാടി. ഓക്കെ. ഇനി ചോദിക്കാനുള്ളത് ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു ക്യാമറ എല്ലാരും നമ്മുടെ പ്രേക്ഷകർ കാണട്ടെന്ന്. ഇത്രയും നല്ല സുന്ദരന്മാരെയൊക്കെ എല്ലാരും കാണണ്ടേ? അപ്പോഴ് സാധാരണ ഈ പിന്നെ ഇതേ തുടങ്ങിക്കാം. കൊല്ലത്ത് ഉത്സവം നടക്കുകയാണ്, കലോത്സവം നടക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ കൊല്ലംകാർ വരവേൽക്കുന്നത്? നമ്മൾ വളരെ സന്തോഷത്തോടെയാണ് വരവേൽക്കുന്നത്. നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്ന് പറഞ്ഞ കണക്ക് ഞാൻ കൊല്ലത്ത് ഇവിടെ വന്ന് ഇതായതാണ്. ഞാൻ ഈ 33 വർഷമായി ഇവിടെ കൊല്ലത്ത് വന്നിട്ട്. ഞാൻ ഇവിടെ വർക്കിന് വന്നതാണ്. ഇപ്പോൾ എനിക്ക് ഇവിടെ കടയായി, വീടായി, എല്ലാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഈ ജസ്റ്റ് മൂവ് ക്ലബ്ബിൽ തന്നെ വന്നത് നടക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നതിന് ശേഷം എന്നെ പ്രോത്സാഹിപ്പിച്ച് ഞാൻ ഓടാൻ തുടങ്ങി. 5 കിലോമീറ്റർ അങ്ങനെ ഓടി 21 കിലോമീറ്റർ ഓടി. മിക്കവാറും നമ്മളൊക്കെ ഇത് കൊച്ചിയിൽ നിന്ന് അശ്വതിയും കണ്ണൂരിൽ നിന്ന് ഞാനൊക്കെ ഇവിടെ തന്നെ കൊല്ലം ആവുമോ എന്നുള്ളൊരു അങ്ങനെ കൊല്ലത്ത് വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ കലോത്സവം നമ്മുടെ നാട്ടിൽ നടക്കുന്നതുകൊണ്ട് ഭയങ്കര അഭിമാനമാണ്. ഞാൻ ദിവസവും രാത്രി ഇവിടെ വന്ന് 12 മണി വരെ നിന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് കൂടി കണ്ടിട്ട് വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത്. മാത്രമല്ല, ഈ ആശ്രമം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ കൊല്ലംകാരുടെ ആശ്രമം. കാരണം ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ് ആശ്രമത്ത്. ആര് വന്നാലും അതായത് റൗണ്ട് ദ ക്ലോക്ക് ഇവിടെ ആഘോഷമാണ്. ഇത് കഴിഞ്ഞാൽ ഇവിടെ സർക്കസ് വരും, ജംബോ സർക്കസ് വരും, അത് വരും, എല്ലാവരും എന്ത് വന്നാലും 2 കൈ നീട്ടിയ ആൾക്കാർ അത് സ്വീകരിക്കുകയും ചെയ്യും. ഇത് നടത്തുന്നവർക്ക് അതിന്റെ പ്രോഫിറ്റുകൾ കിട്ടുകയും ചെയ്യും. മൈതാനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എനിക്ക് തോന്നുന്നു ഈ ആശ്രമമല്ല, ആശ്രയമാണ്. കാരണം ഈ അഭിഗേൽ എന്ന് പറയുന്ന കൊച്ചു മാലാഖയ്ക്ക് പോലും വലിയ ആശ്രയമായ മൈതാനമാണ് അല്ലേ? അതെ 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 അതെ. അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചുപേര് നാളെ ചിലപ്പോൾ ഇവിടെ കൊണ്ട് തന്നെ ഇറക്കുമായിരുന്നു. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിന്റെ ചിലപ്പോഴും ഇവിടെ ആയിരിക്കും വരുന്നത് എന്നുള്ളത്. അബിഗേലിന് തലേ ദിവസം ഞങ്ങളത് പറഞ്ഞു, ഇവിടെ ഈ ആശ്രമത്തെങ്കിൽ ആയിരിക്കും അത് ചിലപ്പോൾ അതിനെ ഉപേക്ഷിക്കേണ്ടതെന്ന് ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ വന്നു. എനിക്ക് മറ്റൊരു കാര്യമുണ്ട്, ഈ കൊല്ലത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പം ഞാൻ ഇവിടെ ഇപ്പം ഉള്ളത് കാസർഗോഡ് നിന്ന് പാറശാല വരെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, പേരൻസ്, കുട്ടികൾ. എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ കൊല്ലം അതിമനോഹരമാണ്. 40 കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾക്ക് കാടും കടലും പുഴയും നദിയും കായലും എല്ലാം ഉള്ള ഒരു സ്ഥലമാണത്. അതുകൊണ്ട് അത് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകണം. വെറുതെ കൊല്ലം മാത്രം വന്ന് നോക്കരുത്. ഇവിടുന്ന് നല്ല മീൻകറിയും കിട്ടും. ഇത്രയും നല്ല സ്ഥലം. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രത്യേകത. 40 കിലോമീറ്റർ, ജസ്റ്റ് 40 കിലോമീറ്റർ നിബിഡ വനവും ഉണ്ട്, കാടുമുണ്ട്, കടലുമുണ്ട്. ഈ മൺട്രോത്തുരുത്തൊക്കെ ഒന്ന് പോയി കാണണം. അവിടെ നല്ല അടിപൊളി മീൻകറി അവിടെ കിട്ടും. പിന്നെ എന്താ പറയാ, അവിടെ ഒന്ന് ചുറ്റിക്കണ്ട് ആ കണ്ടൽക്കാടുകളുടെ ആ സാമ്പ്രാണിക്കൊടിയൊക്കെ ഒന്ന് കാണേണ്ട സാധനം തന്നെയല്ലേ? ഭയങ്കര വിഷ്വലി ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം. നല്ലൊരു വൈബാണ് അവിടെ. സാമ്പ്രാണിക്കൊടിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൈബാണ്. അത് മാത്രമല്ല അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ബൈപ്പാസിൽ കൂടെ ആ വാഹനങ്ങൾ പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ സാമ്പ്രാണിക്കൊടിയിൽ നിൽക്കുമ്പോൾ നൈറ്റ് സമയത്തൊക്കെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളാണ്. നല്ല ആസ്വദിക്കാം, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുവാണ്. ഫോട്ടോഗ്രാഫർമാരെയൊക്കെ സംബന്ധിച്ചിട്ട് ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലേ? എനിക്ക് കൊല്ലത്ത് ഒരുപാട് എനിക്ക് തോന്നുന്നു അത്ര അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഫിലിമൊന്നും. ഇപ്പോഴും റീസെന്റ് ആയിട്ട് കുറെ സിനിമകൾ വരുന്നുണ്ട്. എന്തായാലും ഇത് തന്നെയാണ് ഈ കൊല്ലത്തിന്റെ പ്രത്യേകത അല്ലേ അശ്വതി? കാരണം അതെ, ഈ കൂട്ടായ്മ. കാരണം പലപ്പോഴും പുറമേ പ്രചരിച്ചതല്ല കൊല്ലം. കൊല്ലത്ത് എന്താണെന്ന് അറിയണമെങ്കിൽ കൊല്ലത്ത് വന്ന് അനുഭവിച്ചറിയണം എന്നുള്ളതാണ് ഈ കൊല്ലത്തിന്റെ ഒരു പ്രത്യേകത. അത് ഈ കലോത്സവ ദിവസങ്ങളിൽ തീർച്ചയായും നിങ്ങൾ എല്ലാവരും നൽകും എന്ന് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ നൽകി, ഇനിയും നൽകും. ഞങ്ങൾ വളരെയധികം ആസ്വദിക്കുകയാണ് ഈ ദിവസങ്ങൾ, ഞങ്ങൾ വളരെയധികം ആസ്വദിക്കുകയാണ്. അത് തന്നെയാണ് ഈ കലോത്സവ ദിവസങ്ങൾ ഇവരെല്ലാവരും ആസ്വദിക്കുകയാണ്. ഒപ്പം കേരളം മുഴുവനായി ആസ്വദിക്കുകയാണ്.
ഈ നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും ഗംഭീരമായ മത്സരങ്ങൾ മാത്രമല്ല, കൊല്ലത്തിന്റെ ഗംഭീരമായ സ്നേഹം അത് നേരിട്ട് പ്രേക്ഷകരിൽ എത്തിക്കാനാണ് കേരള വിഷൻ ന്യൂസ് ഇന്ന് ശ്രമിച്ചത്. കേവലം മത്സരങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മുടെ പ്രേക്ഷകർ കേരള വിഷൻ ന്യൂസിലൂടെ, ഒപ്പം മത്സരാർത്ഥികളുടെ വിശേഷങ്ങൾ കാണുന്നുണ്ടാവും. അതിനപ്പുറം കൊല്ലം എന്താണ്, കൊല്ലത്തെക്കുറിച്ച് പലപ്പോഴും പുറമെ പറയുന്ന തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളല്ല, അതിനപ്പുറം കൊല്ലത്ത് സ്നേഹം കൊടുത്താൽ അതിന്റെ ഇരട്ടി കൊല്ലത്തും കിട്ടും എന്നാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട. ഈ ഇല്ലത്തുത്സവവുമായി കേരള വിഷൻ ന്യൂസും ഒപ്പമുണ്ടാകും. അശ്വതി പറ. തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരങ്ങൾ കൃത്യം 9:30 മണിക്ക് എല്ലാ വേദികളിലും മത്സരങ്ങൾ ആരംഭിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഉള്ള മത്സരങ്ങൾ അത് തീർച്ചയായിട്ടും ഈ വേദികളിലെ ചില മാറ്റങ്ങൾ മാത്രമാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ടതുള്ളത്. മാത്രമല്ല കേരള വിഷൻ ഇതിന്റെ സമഗ്ര കവറേജുമായിട്ട് കേരള വിഷനും ഒപ്പമുണ്ടാകും. തീർച്ചയായിട്ടും അതിന് നമ്മളും ഉറപ്പ് തരികയാണ്. ഇല്ലത്തുത്സവമായി ഞങ്ങളും ഉണ്ടാവും കൊല്ലത്തിന്റെ ഈ ഈറ്റില്ലത്ത്. ഓക്കെ, ഓവർ ടു സ്റ്റുഡിയോ.